നല്ലേപ്പള്ളി ആദിശങ്കര വിദ്യാപീഠം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പഠനവും നേത്ര സംരക്ഷണം എന്ന ഈ പരിപാടി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാർത്ഥനയ്ക്കായി അശ്വിനെ ക്ഷണിച്ചു. ശാന്തി മന്ത്രം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ നാരായണായ. അടുത്ത സ്വാഗത പ്രസംഗത്തിനായി ദിവ്യ ടീച്ചറെ ക്ഷണിക്കുന്നു. Thank you, sir. Hari Om Narayana. Good morning, everyone. Request, please mute yourself, dear student. Please mute yourself. Okay. Respected principal, honorable chief guest, dear parents and teachers. I really feel honored to welcome you all to this session. As we know that in the present situation, our children are spending more time on gadgets like mobile, laptop for their online classes and other some academic activities. As we know that it will negatively affect their eyesight. So you may be anxious about the health of your children and have a lot of doubts with regard to this. So here we have an eminent guest today to help you out. It's an honor for me to welcome Dr. A.M. Mundas, ophthalmologist and surgeon at Trinity Hospital, Palakkad. Welcome you, ma'am. I also welcome Mr. Pradeep, who organized this session for us. Welcome you, sir. I welcome all the parents and teachers who have gathered here. Once again, I welcome you all to this session. Now, I would like to welcome Mr. Mahesh to share their ideas. So, Trinity Eye Hospital കേട്ടിട്ടുണ്ടോ? നമ്മുടെ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ ലോകം മുഴുവനും നമ്മളെല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ആ ഒരു കോവിഡ് ഒരു വൈറസ് കാരണം നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് നിന്ന് മാറി എല്ലാം ശരിയാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുടങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് എല്ലാം ഇപ്പൊ ഓൺലൈൻ മീറ്റിംഗിലാണ് സംഘടിപ്പിക്കുന്നത്, അല്ലേ? മീറ്റിങ്ങുകളാണെങ്കിലും എല്ലാം ഇപ്പൊ ഓൺലൈനാണ്. സോ നിങ്ങൾ എപ്പോഴും കാണുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ആണല്ലോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായിരിക്കും നമ്മുടെ ഡോക്ടർ മാഡം നമുക്ക് ഷെയർ ചെയ്യാൻ പോണത്. സോ പാരന്റ്സിനോടുള്ള റിക്വസ്റ്റ് അതാണ്. എസ്പെഷ്യലി ഈ ഒരു ചൈൽഡ് ഏജിൽ വളരെ കുട്ടി അല്ലെങ്കിൽ വളരെ നഴ്സറി കിൻഡർ ഗാർഡൻ ഇപ്പോൾ ക്ലാസ്സസ് എല്ലാം ഓൺലൈനിലാണ് നടക്കുന്നത്. സോ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഈ കണ്ണുകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന വന്നേക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് പ്രിവെന്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മളത് അതിനോടൊപ്പം, അതായത് നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ണുകളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ്ജക്ട് തന്നെയാണ്. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു അവയവമാണ് നമ്മുടെ കണ്ണുകൾ എന്ന് പറയാം. സോ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായേക്കാവുന്ന ഒരു അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു മേഖലയാണ് ഈ നേത്രരോഗം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ എല്ലാം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ നമുക്കെല്ലാം അറിയാം, കോവിഡിൽ തന്നെ പുതിയ വരുന്നുണ്ട്. അതിൽ തന്നെ ഒന്നാണ് ഈ എന്താ പറയാ നമ്മുടെ കണ്ണുകളിൽ ബാധിക്കുന്ന വൈറസുകളും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ നമുക്ക് എന്ത് സംശയം ചോദിക്കാൻ ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. So madam will be interacting each and everyone with you.
So next is I would like to request our Honorable Vice President for Operations, Trinity Group of Hospitals, Mr. Girish Kumar, to say something. Good morning all. Good morning to parents, teachers and students. Today we are having a session, interactive session between Trinity Hospital and the Adi Shankara Vidyapeetham School. So the doctor is available here. We are passing through the pandemic session and so many issues relating to ID is there. So the thing is that we are straining too much and all of us are using the laptop, mobiles and all as a result of this continuous usage that is affecting our eye also. So this is an excellent opportunity. You can discuss with the doctor, you can interact your doubts, you can ask questions. And my humble request is to utilize this session and make it an effective one. So I'm asking our doctor to take the classes and you can also ask the questions and clear all your doubts. So my request is make use of this session once again properly and effectively. Thank you very much. Thank you to all the doctors, all the staff, principal, students and parents. Thank you very much. Dr. Mundas she will be having an interactive session with you. So requesting you once again to utilize the session. You can ask all your doubts and clear those doubts which are related to your eye problems and all. Thank you. Good morning all. Happy to see you all. Innate topic vannittu eye problems due to electronic devices and how to prevent it. Ipo nammala we were living a good life with കുറച്ച് ചെറിയ കഷ്ടങ്ങൾ, കുറച്ച് ഹാപ്പിനെസ്, ഇങ്ങനെ എല്ലാം വെച്ചിട്ട് I'm not so good in മലയാളം. ഞാൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ സെഷൻ എടുക്കാം കേട്ടോ. നമ്മള് we were leading a life with little ups and downs. കുറച്ച് കഷ്ടങ്ങൾ, ഹാപ്പിനെസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ഇങ്ങനെ ലൈഫ് ലീഡ് ചെയ്ത് കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു സുനാമി പോലെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ. അപ്പൊ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവരും അഫക്റ്റ് ആയി. ഈവൻ all countries got affected. Elderly people, adults, കുട്ടികൾ എല്ലാവരും അഫക്റ്റ് ആയി. അപ്പൊ ഇതിന് എഫക്റ്റ് ആയ പിന്നെ എക്കണോമിക്കലി we were affected, health wise, mentally എല്ലാവരും. ഈ കുട്ടികളുടെ കഷ്ടപ്പാടുകൾ വളരെ we have to really take care because they are really mentally affected. ഇപ്പൊ സാധാരണ നമുക്ക് ആദ്യമൊക്കെ ഒരു മാസം 2 മാസമൊക്കെ സ്കൂള് പൂട്ടിയാല് really the kids will enjoy. നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ 1.5 years, 2 years ഒക്കെ സ്കൂളൊക്കെ അടച്ചാല് എന്ത് ചെയ്യും കുട്ടികള്? അവർക്ക് ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, പുറത്തു പോയി കളിക്കാൻ പറ്റില്ല, ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് സമയം പുറത്തു പോകാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് വളരെ മെന്റലി they are really depressed. We parents really have to take concern and care about them. Mental status is not good. We have to take care of them. That's the first thing which I would like to tell you all. We have to be behind them. We have to adjust accordingly, and then we have to take care of them. ഈ മെന്റൽ പ്രോബ്ലം കൂടെ നമുക്ക് ഈ പാൻഡമിക് സിറ്റുവേഷൻ ഇങ്ങനെ ആയി പോയി വെറുതെ വീട്ടിലിരിക്കാൻ പറ്റില്ല. We have to go on. Like business should go on, office should go on, school work should go on. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? We are adapting a new normal situations. So new normal situation എന്ന് പറയുമ്പോൾ for adults it's work from home, for kids it's like online classes. Even to relax only we take mobiles. നമ്മള് മൊബൈൽസും ഈ ഗാഡ്ജറ്റ്സും ഒന്നും യൂസ് ചെയ്യാതെ നമ്മള് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തി. വൺ ഡേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മൊബൈൽ മറന്നു വഴിയില് I was feeling like a part of my body I'm missing because important calls വരും, ഇങ്ങനെയൊക്കെ വരുമ്പോ വളരെ നമുക്ക് എന്തോ നമ്മൾ മിസ് ചെയ്ത പോലെ. നമ്മൾ ഇങ്ങനെ മിസ് ചെയ്താലും നമ്മൾ ഇനി മൊബൈലെ വേണ്ട അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. Because we'll be like an alien.
because we are not normal, we are accustomed to this mobile. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? We have to go according to what world goes, ഇല്ലയാ? So നമ്മള് ഈ മൊബൈൽസ് യൂസ് ചെയ്യേണ്ടത് വരും, കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടത് വരും. ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ കുറെ നേരം കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നത്? ഈ മൊബൈൽസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നത്? ഇതെല്ലാം നമുക്ക് ഇന്ന് ഈ സെഷനിൽ നമുക്ക് അതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഈ സെഷനിൽ ഇതിനൊക്കെ പ്രോബ്ലംസ് വരുമ്പോൾ ഇത് എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത് അതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് വാട്ട് ആർ ദ പ്രോബ്ലംസ് വി ആർ ഫേസിങ്. ഇപ്പൊ ഇങ്ങനെ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ ഒരു 8 hours, 9 hours, 10 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടറിൽ ഇരിക്കണം. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ആകുമ്പോഴും അതന്നെ. ആൻഡ് ദോസ് ഹു ആർ ഗോയിങ് 10th standard 12th standard ഒക്കെ ആകുമ്പോൾ കുറെ നേരം അവർക്ക് മൊബൈൽ യൂസ് ചെയ്യേണ്ടത് വരും, ലാപ്ടോപ്പും ടാബ്സും അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടത് വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ വി ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് പ്രിവെന്റ് ദ കണ്ടീഷൻസ് ഓഫ് ദി ഐ റിലേറ്റഡ് പ്രോബ്ലംസ്. എങ്ങനെയൊക്കെ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സോ ഇങ്ങനെയൊക്കെ നമ്മ മൊബൈലും കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ പ്രോബ്ലംസ് വി ഫേസ്? അത് ആദ്യം ഞാൻ പറയാം. ഒന്ന്, ഫസ്റ്റ് ഇസ് റിഫ്രാക്റ്റീവ് എറർ, സെക്കൻഡ് ഇസ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, തേർഡ് ഇസ് ഡ്രൈനെസ്, ഫോർത്ത് ഇസ് മാക്യുലർ ഡീജനറേഷൻ, ഫിഫ്ത്ത് ഇസ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്. ഈ 5 പ്രോബ്ലംസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഇസ് റിഫ്രാക്റ്റീവ് എറർ. റിഫ്രാക്റ്റീവ് എറർ എന്ന് പറയുന്നത് the eye's inability to focus the objects clearly in the absence of any other problems like cataract ഇല്ല, retinal damage ഇല്ല, വേറെ പ്രശ്നങ്ങൾ ഒന്നും സ്ട്രക്ചറിൽ ഒന്നുമേ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഈ ക്ലിയർ ഓബ്ജക്ട്സിനെ വന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ നോർമൽ കോർണിയ നോർമലായിട്ട് എല്ലാം നോർമലായിട്ടുണ്ടാവും. പക്ഷെ വി വോണ്ട് ബി ഏബിൾ ടു സീ ദി ഓബ്ജക്ട്സ് വെരി ക്ലിയർലി. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ആക്ച്വലി ഇറ്റ്സ് എ റിഫ്രാക്റ്റീവ് എറർ. അത് വന്നിട്ട് യൂഷ്വലി ഇറ്റ് ഇസ് ഹെറിഡിറ്ററി, മീൻസ് പാരമ്പര്യമായിട്ട് വരുന്നതാണ്. പക്ഷെ ദ വേ ഹൗ വി യൂസ് അവർ ഐസ് അത് വന്നിട്ട് റിഫ്രാക്റ്റീവ് എറർ ഉണ്ടാക്കുമെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. So we have to use your eyes very correctly, otherwise we land up in refractive error. So ee refractive error chelarukku refractive error undenu ariyilla, they won't know whether they have refractive. And in this pandemic situation, when we use our computer, phone very constantly for long hours, they'll get irritation, blurriness undavum, headache undavum, watering, itchiness, ഇറിറ്റേഷൻ എല്ലാം ചേർന്നിട്ട് വീണ്ടും അത് അവർക്ക് മനസ്സിലാവില്ല. ചില കുട്ടികൾക്ക് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാകാത്ത മൂഡേ അപ്സെറ്റ് ആവും, മൂഡ് ഇറിറ്റേഷൻ ആവും. അപ്പൊ ഇതെല്ലാം വരുമ്പോൾ പാരന്റ്സ് ആയിട്ട് നമ്മൾ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് റിഫ്രാക്റ്റീവ് എറർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യും. അപ്പോ നമുക്ക് കാണാം അത് നിറയെ ടൈപ്സ് ഉണ്ട് റിഫ്രാക്റ്റീവ് എറർ. അപ്പോ ഓരോരോ ടൈപ്സ് ആദ്യം വന്നിട്ട് near sightedness, short sightedness. Again, they cannot see the objects, distant objects they won't see clearly. Next is far sightedness, they will not see the near objects clearly. Then astigmatism types. Astigmatism എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണിയുടെ വളവ് എല്ലാ ഡയറക്ഷനും ഈക്വൽ ആയിട്ട് ഉണ്ടാവില്ല. നോർമലി ഇറ്റ് ഷുഡ് ബി ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻസ്. കൃഷ്ണമണിയുടെ വളവ് ഇത് കൃഷ്ണമണിയുടെ വളവ് എല്ലാ ആംഗിളിലും എല്ലാ പ്ലെയിൻസിലും ഈക്വൽ ആയിട്ട് ഉണ്ടാവില്ല. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും നാച്ചുറലി. അപ്പൊ അവർക്ക് ഓരോരോ ഓബ്ജക്ട്സ് നോക്കുമ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ്, ഒരു ഇലോങ്ങേറ്റഡ് ഓബ്ജക്റ്റ് ആയിട്ട് കാണും. അത് അസ്റ്റിഗ്മാറ്റിസം. പിന്നെ ഒരു റിഫ്രാക്റ്റീവ് എറർ വന്നിട്ട് പ്രസ്ബയോപ്പിയ, മീൻസ് വെള്ളെഴുത്ത് എന്ന് പറയും. 40 years of age എല്ലാവർക്കും വരുന്നതാണ്. ബിക്കോസ് അവിടെ ഐബോളിന്റെ മസിൽസ് ഒക്കെ കുറച്ച് ലൂസ് ആയിട്ട് അത്രയും പവർ പോരാ. അതുകൊണ്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ഫോക്കസ് നിയർ ഓബ്ജക്ട്സ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രസ്ബയോപ്പിയ. സോ ദീസ് ആർ ദ 4 റിഫ്രാക്റ്റീവ് എറേഴ്സ്. ഇപ്പൊ നമ്മള് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഈ മൊബൈലും ഇതൊക്കെ യൂസ് ചെയ്താല്
ഒരു ഓവർ എക്സേർഷൻ ഹൈ സ്ട്രെയിൻ വരുമ്പോൾ ഈ റിഫ്രാക്റ്റീവ് എറർ എല്ലാം കൂടുതലാകും. ഇല്ലാത്തവർക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഉള്ളവർക്ക് നേരെ കൂടുതലാകും, പവറൊക്കെ കൂടുതലാകും, നമ്പേഴ്സ് കണ്ണടയുടെ നമ്പേഴ്സ് കൂടുതലാകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സിംറ്റംസ് കുട്ടികളോട് പറഞ്ഞാൽ വന്നിട്ട് ഒന്ന് ഐ ചെക്കപ്പ് ചെയ്തിട്ട് ഗ്ലാസിന്റെ നമ്പറൊക്കെ മാറ്റിയിട്ട് അത് പോകണം. ഞാൻ ഇതിനെ കുറിച്ച് ലാസ്റ്റിൽ പ്രിവെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്ലാസ്സസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയും. Next is computer vision syndrome. When you use mobiles and computers for a long time without break, break, you will have this computer vision syndrome. And symptoms are headache, blurring of vision, one burning sensation in the eye, watering, irritation. When our computer കുറച്ചു നേരം യൂസ് ചെയ്താൽ അവർ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആവും. when they come to hospital, നമ്മൾ റിഫ്രാക്റ്റീവ് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിഷൻ ടെസ്റ്റ് ചെയ്യും. അപ്പൊ ചെയ്യുമ്പോൾ you won't see any refractive error. Like ഗ്ലാസ് നമ്പർ ഒന്നും കിട്ടില്ല നമുക്ക്. അപ്പൊ അത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആണ്. ബിക്കോസ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ കമ്പ്യൂട്ടറിലും ഈ മോണിറ്റേഴ്സിലും ഫോണിലൊക്കെ ഒരു ഗ്ലാർ ഉണ്ടാവും. നമ്മുടെ സാധാരണ ബുക്കിൽ ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊന്ന് പേപ്പറാണ്, അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ കമ്പ്യൂട്ടറിലും മൊബൈൽസിലും വന്നിട്ട് ഗ്ലോസി ആയിട്ടുള്ള മോണിറ്ററിൽ നമ്മുടെ റൂം ലൈറ്റും സൺലൈറ്റും എല്ലാം വരുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് ഗ്ലാർ വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗ്ലാർ നമുക്ക് കണ്ണിൽ തട്ടുമ്പോൾ അത് സ്ട്രെയിൻ ആണ്. അപ്പൊ ഇറ്റ് കോസസ് ഐ സ്ട്രെയിൻ. ആ ഐ സ്ട്രെയിൻ ആകുമ്പോൾ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ വരും. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. അതിനെ പറ്റി കുറിച്ചും ഞാൻ പിന്നെ ലാസ്റ്റ് പറയാം എങ്ങനെയാണ് ഈ ഗ്ലാർ ഒക്കെ പ്രിവെന്റ് ചെയ്യാം. തേർഡ് തിങ്, നോർമലി നമ്മുടെ ഐസിന് വന്നിട്ട് നോർമലി ഫാർ ഓബ്ജക്ട്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ട്. ഇങ്ങനെ ഐബോൾ ഉണ്ട്, അതിന്റെ മസിൽസ് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഈ ഐബോൾസ് ഇങ്ങനെ പിടിച്ചിട്ട് ഫാർ ആയിട്ട് നമ്മുടെ ഓബ്ജക്ട്സ് ഒക്കെ കണ്ണുവേദന ഇല്ലാതെ കാണണം. പക്ഷെ ഇപ്പൊ പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാം അടുത്തുള്ളതാണ്. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺസ് എല്ലാം അടുത്ത് വെച്ചിട്ട് ഈ ഐബോൾസ് ഇങ്ങനെ വെച്ചിട്ട് അതിന് ആ മസിൽസ് ഒക്കെ പിടിച്ചു നിർത്തും. ഐബോൾസിനെ ഇങ്ങനെ ഈ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്തുള്ളതൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചു. ഈ ഐബോൾസിന്റെ കുഞ്ഞു 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 മസിൽസ് ആണ്. അത് ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഐബോൾസ് പിടിച്ചു നിർത്തിയിട്ട് ഫോക്കസ് ചെയ്താല് ഈ ഐബോൾസ് ഭയങ്കരമായിട്ട് വെട്ടിക്കളയും, ടയർഡ് ആവും, അതിന് ശക്തി ഉണ്ടാവില്ല. അപ്പൊ തലവേദന വരും. Please mute. Third problem is dry eye. Normally നമ്മള് ബ്ലിങ്ക് ചെയ്യില്ലേ, കണ്ണ് ബ്ലിങ്ക് ചെയ്യും. ഒരു മിനിറ്റിൽ 15 to 20 ടൈംസ് നമ്മള് ബ്ലിങ്ക് ചെയ്യും കേട്ടോ, അത് നോർമൽ. പക്ഷെ when you focus, കമ്പ്യൂട്ടർ സ്ക്രീനോ മൊബൈലിൽ നമ്മള് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോ Ainesh, please mute yourself. ബ്ലിങ്കിങ് റേറ്റ്സ് 15 to 20 ടൈംസ് പെർ മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോ നമ്മുടെ കണ്ണീരില്ലേ, ഈ ടിയേഴ്സ് സർഫേസിന്റെ മുകളിൽ ഇങ്ങനെ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അധികം ഇവാപറേറ്റ് ആകാതെ ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് കൊടുക്കും നോർമലായിട്ട്. പക്ഷെ നമ്മൾ ഈ കമ്പ്യൂട്ടർ മൊബൈൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബ്ലിങ്കിങ് റേറ്റ്സ് ഓട്ടോമാറ്റിക്കലി ബ്ലിങ്കിങ് റേറ്റ്സ് കുറയും. അപ്പൊ നമ്മൾ എന്താ അധികം ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ ഈ കണ്ണീരെല്ലാം ഇവാപറേറ്റ് ആകും. അപ്പൊ ബ്ലിങ്കിങ്ങും ഇല്ലാതെ കാരണം അവിടെ മോയ്സ്ചറൈസിങ് ഇഫക്റ്റും ഉണ്ടാവില്ല. അപ്പൊ ഡ്രൈനെസ് വരും, എരിച്ചിൽ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണ് ഈ ഡ്രൈനെസ് വരുന്ന കാരണം. പിന്നെ വന്നിട്ട് മാക്യുലർ ഡീജനറേഷൻ. ഈ കമ്പ്യൂട്ടർ സ്ക്രീനിലും ടാബ്സിലും ഫോണിലും എല്ലാം ബ്ലൂ ലൈറ്റ് എമിറ്റും. ഈ ബ്ലൂ ലൈറ്റ് ഇസ് എ വെരി ഡേഞ്ചറസ് ലൈറ്റ്. Blue light is a very dangerous
വെരി ഡേഞ്ചറസ് ആണ് ഈ ബ്ലൂ ലൈറ്റ്. ഈ ബ്ലൂ ലൈറ്റ് വന്നിട്ട് കോർണിയയിൽ തട്ടി പിന്നെ ലെൻസ് വഴിയൂടെ ഉള്ളിൽ പോയിട്ട് റെറ്റിനയിൽ പോയിട്ട് റെറ്റിനാല് ഒരു മാക്യുല എന്ന ഒരു പാർട്ട് ഉണ്ട്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് റെറ്റിന ഫോർ ദ വിഷൻ. ആ മാക്യുലയിൽ പോയി തട്ടിയിട്ട് ഇൻ ദ ലോങ് റൺ എപ്പോഴും ഈ കമ്പ്യൂട്ടറും മൊബൈലും യൂസ് ചെയ്ത് കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്ത് മാക്യുല ഡീജനറേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം വരും. So that is the fourth problem which we are addressing. So this blue light is very hazardous. We have to address it. We have to prevent it. Last thing is lack of sleep. I mean sleep disturbances. Normally, നമ്മുടെ ഈവനിങ് ആവുമ്പോൾ സൺലൈറ്റ് പോകും. അപ്പോൾ റൂമിൽ ലൈറ്റ് ഒക്കെ ഉണ്ടാവും. when we are about to sleep, നമ്മുടെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യും. അപ്പൊ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു സെൻസർ ഉണ്ട്. ഓ ലൈറ്റ് ഇസ് ഗോൺ, ഇപ്പൊ വി ഹാവ് ടു സെക്രീറ്റ് മെലറ്റോണിൻ. മെലറ്റോണിൻ ഒരു ഹാർമോൺ, അത് സെക്രീറ്റ് ചെയ്യണം. ഇറ്റ് ഹെൽപ്സ് ഇൻ സ്ലീപ്പ്. അപ്പൊ when the lights off, this brain will secrete melatonin hormone which will help in sleep. നമ്മൾ കിടന്നിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് മൊബൈലും വാട്സാപ്പും അതും ഇതും യൂട്യൂബ് ഒക്കെ കാണുമ്പോ ഈ മെലറ്റോണിൻ ആ ബ്രെയിൻ എന്താ സെൻസ് ചെയ്യും, ഓ ദർ ഇസ് ലൈറ്റ്, അപ്പൊ ഇത് നൈറ്റ് അല്ല, അപ്പൊ വേണ്ട മെലറ്റോണിൻ സെക്രീഷൻ ചെയ്യണ്ടെന്ന് ബ്രെയിൻ ഓർത്തിട്ട് ഇറ്റ് വിൽ നോട്ട്, ഇറ്റ് സപ്രസ് ദ മെലറ്റോണിൻ സെക്രീഷൻ, ഇറ്റ് വിൽ നോട്ട് സെക്രീറ്റ് മെലറ്റോണിൻ. അപ്പൊ എന്താവും, സ്ലീപ്പ് വരില്ല, നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഇതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. കുറെ നാളെ ലീവ് എന്ന് പറഞ്ഞാൽ പാൻഡമിക് സിറ്റുവേഷൻ, everybody holding the phone till 2 o'clock and melatonin is not secreted and there is sleep disturbances. So these are the five problems which we are facing due to the pandemic situation, overusage of computer and mobile phones. അപ്പൊ ഓരോന്നായിട്ട് എങ്ങനെയൊക്കെ ഇത് നമ്മൾ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. First is posture. When we use the computer, we have to sit straight. സപ്പോർട്ട് ചെയ്യണം, നല്ല സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ബാക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യണം, പിന്നിലുള്ള ചാര് അങ്ങനത്തെ. Can you please mute? നകുൽ കൃഷ്ണ എല്ലാവരും കാണും മതി. Nakul Krishna. Yes, please mute yourself, ma. Okay. So you have to sit straight with the back supporting, back supporter. അത് വെച്ചിട്ട് that is the posture. നമ്മുടെ കിടന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കാൻ പാടില്ല, കിടന്നിട്ട് കമ്പ്യൂട്ടർ നോക്കാൻ പാടില്ല, അതെല്ലാം it's a wrong ideas and wrong postures. Okay, so you have to sit to use the computer and the mobile phones. That's the exact way to use it. On the second things, the level, the distance. Computer screen into ഒരു distance means 24 inches, at least 24 to 28 inches ഉണ്ടാവണം between your eyes and the computer screen. And if you are using mobile phone, it should be between 20 to 24 inches between your eyes and the mobile phones. And the level of the computer, it should not be straight. But it's 4 inches താഴെ, 4 to 5 inches താഴെ ആയിരിക്കണം നിങ്ങളുടെ കമ്പ്യൂട്ടർ. From your horizontally from the eyes to 5 inches താഴെ ആയിരിക്കണം level of height of your computer. That is the ideal one. Okay. Then room light. The room light is very important. It should not be very bright, and it should not be too dark. Little towards the bright is okay. And next is frequent blinking. That is the fourth point. How to prevent? That is frequent blinking. Means if you are focusing the computer, we have to blink the eyes. We have to blink frequently. That is the other one. Then you have to use artificial tears. That is before that we have to follow the 20-20-20 rules. That is when we watch the computer screen for 20 minutes, after 20 minutes just look far away. ഒരു 20 feet far away ഉള്ള objects ഒരു 20 seconds ഒന്ന് നോക്കണം.
That is 20 minutes of your computer screen use ചെയ്താലേ ഒരു 20 minutes feet far away ഉള്ള objects ഒരു 20 seconds നോക്കണം. Again you can use the computer screen. അങ്ങനെ ചെയ്യണം. Suppose if you are very busy and you are not able to do this, എന്താ ചെയ്യണം എന്നറിയാം? 1.5 to 2 hours computer screen use ചെയ്യാം, mobile use ചെയ്യാം. പിന്നെ ഒരു ഗ്യാപ്പ് എടുക്കാം, 15 minutes ഗ്യാപ്പ്. ആ 15 minutes ഗ്യാപ്പില് you have to close your eyes. കണ്ണടച്ചിരിക്കണം, ഒന്നും ചെയ്യണ്ട, just relax, കണ്ണടച്ച്. Suppose if you want, അല്ലെങ്കിൽ എണീറ്റ് നടന്നിട്ട് long distance നോക്കാം, എണീറ്റ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഈ 15 minutes ഗ്യാപ്പ് is a very important. Every 1.5 to 2 hours 15 minutes ഗ്യാപ്പ് എടുത്തിട്ട് ഇത് ചെയ്യണം. Okay, then ഇത് കഴിഞ്ഞിട്ട് artificial tears. Every 3 hours if you use a computer or mobile phones, ഒരു artificial tears, അത് മോയ്സ്ചറൈസിംഗ് ലിക്വിഡ് ആണ്, അത് ഹോസ്പിറ്റലിൽ കിട്ടും. അത് ഒരു ഡ്രോപ്പ് 2 കണ്ണിലേക്ക് ഇട്ടിട്ട് ഒരു സെക്കൻഡ് ഇങ്ങനെ കണ്ണടച്ച് പിന്നെ അത് വന്നിട്ട്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കണ്ണ് തെരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കണ്ണീര് ഓപ്പറേറ്റ് ആകും, അതുകൊണ്ട് ഡ്രൈനെസ് വരും. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഡ്രോപ്സ് ഒരു ഡ്രോപ്പ് 1-2 കണ്ണിലും ഇട്ടിട്ട് ജസ്റ്റ് സെക്കൻഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഈ കമ്പ്യൂട്ടർ തുടരാം. These are the things. Other thing is frequent eye checkup. Now suppose ഒരു കുട്ടികൾ വന്നിട്ട് I'm having problems, ഇങ്ങനെ എരിച്ചിൽ വരുന്നുണ്ട്, തലവേദന വരുന്നുണ്ട്, parents have to take them to the hospital. It is very very important, because even for the adults, if you get refractive error, അവർക്ക് glass ഇട്ടാൽ they will get the normal vision. But in case for kids നിങ്ങൾ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് റിഫ്രാക്റ്റീവ് എറർ ഉണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചാൽ they will get clear vision. That is 6 they will get. But നിങ്ങളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ആ റിഫ്രാക്റ്റീവ് എററോട് ആ കുട്ടി അങ്ങനെ ഇരുന്നാല് ആഫ്റ്റർ സം ടൈം കുറച്ച് നല്ല വേഴ്സ് ആയ പിന്നെ കൊണ്ടുപോയിട്ട് പിന്നെ അവര് റിഫ്രാക്റ്റീവ് എറർ ഉണ്ട് പിന്നെ കറക്റ്റ് ചെയ്താൽ ഈവൻ വിത്ത് ഗ്ലാസ് അവർക്ക് ഫുൾ വിഷൻ കിട്ടില്ല. The eye will go for amblyopia, means lazy eye. So this is developmental age. Kids developmental age ആണ് kids ഉള്ളത്. അവർക്ക് ഈ റിഫ്രാക്റ്റീവ് എറർ പ്രോബ്ലം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവര് they will go for lazy eye. നമ്മളപ്പോ കണ്ണാടി വെച്ചിട്ടും എന്ത് വെച്ചിട്ടും അവർക്ക് ഫുൾ 6 വിഷൻ കിട്ടില്ല. So you have to go. You have to see them immediately. Sorry. So that you have to address the problem immediately. കുട്ടികൾക്ക് വരുമ്പോൾ പെട്ടെന്ന് പോയിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് റിഫ്രാക്റ്റീവ് ഗ്ലാസസ് കൊടുത്തിട്ട് അവർ ഫുൾ ടൈം യൂസ് ചെയ്യുന്നത് ഒന്ന് മോണിറ്റർ ചെയ്യണം പാരൻസ്. ചില സമയം കുട്ടികൾ കുറച്ചു നേരം വിടും, കുറച്ചു നേരം ഇടില്ല, അങ്ങനെയൊക്കെ ടച്ചില്ല. അത് ഫുൾ ടൈം ക്ലാസ് വെക്കണം, എന്നാലാണ് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ ഈ ബ്രൈറ്റ്നെസ്, കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ബ്രൈറ്റ്നെസ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു റൂമിലുണ്ട്, റൂമിയുടെ ലൈറ്റും ഈ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ലൈറ്റും ഏകദേശം മാച്ച് ആവണം. ഈ റൂം ഡാർക്കും ഈ കമ്പ്യൂട്ടർ സ്ക്രീൻ വളരെ ബ്രൈറ്റും വളരെ വ്യത്യാസം വന്നാലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഐസ്. അതുകൊണ്ട് പുറത്ത് നമ്മള് സൺലൈറ്റിൽ ഇരിക്കുമ്പോൾ ബ്രൈറ്റ്നെസ് കൂട്ടാം ഫോണിലൊക്കെ. ബട്ട് വെൻ യു കം ഹോം ബ്രൈറ്റ്നെസ് യു ഷുഡ് റെഡ്യൂസ് യു ബ്രൈറ്റ്നെസ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹൈ എൻഡ് ഫോണിലൊക്കെ ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നെസ് മോഡുന്നുണ്ട്, അത് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മള് എൻവയോൺമെന്റിന് അഡ്ജസ്റ്റ് അതുപോലെ മാച്ച് ആകുന്ന പോലെ ബ്രൈറ്റ്നെസ് ഫോൺ തന്നെ ഉണ്ടാക്കും. ആൻഡ് യു ഡോണ്ട് ഹാവ് ഐ ആൻഡ് ഫോൺ, യു ക്യാൻ ഗോ ഫോർ ആപ്സിലുണ്ടാവും ബ്രൈറ്റ്നെസ്, ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രൈറ്റ്നെസ് കുറയ്ക്കാനും കൂട്ടാനും ഒരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ബ്രൈറ്റ്നെസ് ഒന്ന് മാച്ച് ചെയ്യാം. അപ്പൊ ഈ ബ്രൈറ്റ്നെസ്സിന് ഇത്ര ബ്രൈറ്റ്നെസ് മതി എന്നൊക്കെ അതിലുണ്ടാവും, അത് ചെയ്യാം. പിന്നെ in high-end phones
night mode എന്ന് പറഞ്ഞ ഒരു brightness ഉണ്ട്. That is for the, it's good for night. When you use the phone in the night, it will help us in reducing the blue light. And finally, by correction with the glasses. And you have to sleep at least for 7 to 8 hours per day. That's very, very important for the eyes. Okay. In the last refractive error, you have to go to the doctor, check your vision, power glass, the power, you have to wear glasses, we have to wear the glass constantly. And we have to use, and if you are using computers and mobile phones for a long time, you go for anti-glare glasses. There are glasses with anti-glare coating, and in your refractive glass, you can coat this, and then you can use it this anti-glare glasses. It is really helpful. You won't have that irritation, headache, all those things if you wear this glass. And finally, blue cut lens. This I told you, when the computer screen and the phones, they emits blue light, which is very harmful to the macula. So you have to filter the blue, control the blue light. There are blue cut filters. So in glasses there are blue cut lenses which has blue filters or anti-glare and also UV rays filter. That is, when you go out with sunlight, the UV rays from the sun will damage your eyes. So in your normal glasses, in the refractive error glasses itself, you can go for blue cut lens, UV rays filter, that is blue light filter, UV rays filter, and the anti-glare. So this protects your eye from this blue light, UV rays, and anti-glare problem. Glare problem is not there. You feel comfortable, and you should use this glasses constantly, or the way the doctor says. This is very important. Okay. Any questions? Yes. കണ്ണിലെ ഡ്രൈനെസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കണ്ണുനീരില്ലാത്തത്? അത് വന്നിട്ട് ഒരു ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ ഇറിറ്റേഷൻ വരും, ബേണിംഗ് സെൻസേഷൻ വരും, ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിംപ്റ്റംസ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ വന്ന് കാണിച്ചിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡ്രൈനെസ് എത്ര ഉണ്ടെന്ന് തീരുമാനിക്കാം. താങ്ക് യു. Madam. Yes. My right eye is has different size smaller than my left eye. So what can we do? I didn't get you, ma. Madam, എന്റെ ഇടത് കണ്ണിനെക്കാട്ടി ചെറുതായിരിക്കുന്നത്. അപ്പൊ അതിനെ എന്താ ചെയ്യാ? വലത് കണ്ണ് കുറച്ച് ചെറുതായിട്ടിരിക്കണോ? അതെ മാം. അതൊന്ന് വന്ന് കാണിച്ച്, ഇത് വന്ന് ചെറുപ്പത്തിലേ ഉണ്ടോ? അതെ, ചെറുപ്പം മുതലുള്ളതാണ്. അത് വന്നിട്ട് ഒരു ടോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ആണ്. അത് വന്നിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ സർജറി ചെയ്തിട്ട് അത് ശരിയാക്കാം. Okay, ma'am. Will the lack of sleep affect our eyes? Laptop screen, yes. Laptop screen also will have glare, will emit blue light. Okay, so there are laptops, high-end laptops will have a matte finish which will not have that much glare. You can go for that, and you can wear anti-glare glasses with blue filters. Okay. Good morning, madam. Good morning. I'm Usha of Madhusri Vidyapitham. Okay. I'm 60-year-old. Yes. Just retired. Okay. But still I'm there in the school. And I'm also taking online classes. And madam, my eyes seem to be always tired, like, especially in the morning hours. Okay. And I'm using the tear gland, the drops
Okay. But when I feel this tiredness, if I take a few seconds or few minutes rest, that is sleep like, then I'll be all right. Okay. Did you check your vision, madam? Refraction? Checked, and they from Trinity only they gave that tear gland that problem. Yeah, madam. The drop. Glass. Excuse me. Glass. Yes, I'm using glass. No power variation or nothing. No, while reading the online classes, you have to wear glass, madam. I'm using. Okay. But my eyes seem to be tired like. What is you like? Hot water. കൊടുക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം ഒരു ചെറിയ ടവലിട്ട് പിഴിഞ്ഞിട്ട് വെച്ചിട്ട് ഒപ്പന കൊടുക്കാം. Okay. For 5 minutes, morning and night. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 weeks കൊടുക്കും. You will feel better. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാം. Okay. I used to wash my face often with the cold water. Even then, hot water we can use. Yeah. Let me hot means light hot. ഇല്ല കുറച്ച് ചൂട് വേണം, പക്ഷെ കൊടുക്കാൻ പറ്റും. ബേൺ അങ്ങനത്തെ ചൂട് വേണ്ട. അതിനേക്കാളും കുറവുള്ള ഒരു ചൂടുവെള്ളം എടുത്തിട്ട് ഒരു തുണിയിലിട്ട് പിഴിഞ്ഞിട്ട് കണ്ണടച്ചിട്ട് ഒപ്പന കൊടുക്കാം. ഇത് ഡെയിലി മോർണിംഗും നൈറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് നല്ല ഒരു ഇവിടുത്തെ സെക്രീഷൻസ് എല്ലാം ഗ്ലാൻസ് ആണ്, അതെല്ലാം ഓപ്പൺ ആയിട്ട് നമുക്ക് നിറയെ സെക്രീഷൻ വരുമ്പോൾ അത്രയും ടയർഡ് ആവും. Okay, madam. Thank you so much. You have to use glasses always, and in between you have to use the lubricants also, moisturizer in between. I see. Okay, madam. Okay. Thank you so much. Hi, madam. Hi. Good morning, madam. Good morning. മോന് വന്നിട്ട് വലത് കണ്ണ് ചില സമയങ്ങളിൽ മാത്രം സൈഡിലേക്ക് നോക്കുന്നു മാഡം. ഡോക്ടർക്ക് പോയിട്ട് കാണിച്ചോ? ഇല്ല, കാണിച്ചിട്ടില്ല. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്നത്. എല്ലാ ടൈമും ഇല്ല, ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. വയസ്സ് 6. ഒന്ന് വന്ന് കാണിക്കണം. ഒരു ചെറിയ റിഫ്രാക്റ്റീവ് പവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്വിന്റിംഗ് ഓഫ് ഐസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് എടുക്കണം. ഓക്കെ മാഡം. ഓക്കെ മാഡം. താങ്ക് യു മാഡം. Ma'am, yes. One more doubt. Small kids, 6 years old or 4 years, 8 years, അവര് എന്തായാലും മൊബൈൽ നോക്കിയിട്ട് നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതി തന്നെ വേണമല്ലോ. അങ്ങനെയൊക്കെ അവര് അത് കഴിഞ്ഞ വിത്തിൻ ഹാഫ് ആൻ അവർ എന്തെങ്കിലും സ്മോൾ നമ്മള് എന്തെങ്കിലും പ്രിവെന്റ് ചെയ്യാൻ പറ്റും അവരുടെ കണ്ണ് റെസ്റ്റ്ലെസ് കൊടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നോട്ട്സ് ഒക്കെ എഴുതിയതൊക്കെ ആയിട്ട് കണ്ണ് ഇതാവുന്നതിന് വേണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും നമ്മള് പ്രിവെന്റ് ആയിട്ട് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അതന്നെ ഞാൻ കുറച്ചു നേരം മൊബൈൽ യൂസ് ചെയ്താല് ആവശ്യത്തിന് മാത്രം മൊബൈൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട കുട്ടികൾക്ക് കേട്ടോ. ഈ ഓൺലൈൻ ക്ലാസ് മാത്രം മൊബൈൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. പിന്നെ ഇത്ര നേരം ഇത്ര ഡിസ്റ്റൻസിൽ വെക്കണം എന്ന് പറഞ്ഞെങ്കിൽ അത് 20 ഇഞ്ചസ് അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസിൽ കൊടുക്കണം. പിന്നെ കുറച്ചു നേരം യൂസ് ചെയ്താൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. പിന്നെ അധികം ഈ മോയ്സ്ചറൈസിംഗ് ലിക്വിഡ് അത് ഇടാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് ഒപ്പനം കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. വളരെ എപ്പോഴും യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ we have to go for reflect and glass and look at lenses. കുറേ കാര്യങ്ങൾ ചെയ്താലേ you have to go for it. അത് അവർക്കത് ഇപ്പൊ ടീച്ചേഴ്സിന് പറഞ്ഞില്ലേ, അതേപോലെ ജസ്റ്റ് നമ്മൾ കണ്ണ് ചൂടുവെള്ളത്തിൽ കഴുകി കൊടുത്ത ചൂടുവെള്ളം കഴുകിയല്ല ഒപ്പനം കൊടുക്കും. അതെയോ? ഓക്കെ. Okay, but we have to really take care. Yes. 4.5 years and 8 years old children. അപ്പൊ കുറച്ചു നേരം മൊബൈൽ യൂസ് ചെയ്താൽ കുറച്ചു നേരം നല്ല റെസ്റ്റ് കൊടുക്കും, പിന്നെ യൂസ് ചെയ്യും. അങ്ങനെ പിന്നെ ലൈറ്റ് ഒക്കെ വളരെ ബ്രൈറ്റ് പോയിട്ട് വളരെ ഇത് പോയിട്ട് ഒരു കുറച്ച് ബ്രൈറ്റ്നെസ് വേണം. അങ്ങനെ. Good morning, ma'am. Good morning. Ma'am, when I'm watching the online class, I always having the eye pain and head pain daily. So what can I do in that?
then you have to come to the hospital, you have to check your vision, you have to check whether you have dryness, you have to check whether your muscles are power enough. Because ഞാൻ പറഞ്ഞില്ലേ പവർ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പവർ മസിൽസ് ഒക്കെ ഓവർ എക്സർഷൻ ആണ്, അപ്പൊ പെയിൻ വരുന്നൊക്കെ പറഞ്ഞില്ലേ. So you have to come here, we will check your eyes and then let you know. So, ma'am, can I need to come to check up? Yes. Okay, ma'am. Thank you, ma'am. Thank you. പവർ ഇല്ലാത്ത ഗ്ലാസ് ഇടുമ്പോ രശ്മികളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? Okay. പവർ ഇല്ലാതെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ള ഗ്ലാസും ആ ബ്ലൂ ഫിൽറ്റർ ഗ്ലാസും. അത് പവർ ഇല്ലാതെ വെറും ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ഈ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററും ഉള്ള ഗ്ലാസ് വെച്ചാല് we will not get affected by this blue filter and blue light and the glare. Okay, ma'am. Ma'am, Yes. after attending the online class, I have some eye pain. What can I do? What problem do you have? Ma'am, eye pain after attending the class for 5 minutes or 10 minutes, I have some eye pain, ma'am. Okay, that's what I told you. So many things we have to follow all the things. That is the distance where you say, where your computer, please use artificial ears. You have to the light, sunlight, or light or in the room, brightness, everything you have to get adjusted, and then the way the posture, sitting posture, everything you have to take into account. And another thing, you come for the checkup, you see whether you have a refractive error. Hello? Whether you have a computer vision syndrome or your muscles are tired, we have to measure and get you. Come to the hospital and have your we'll conclude the session. Okay? Thank you. നമ്മൾ ഈ ജൂലൈ മുതൽ ഓഗസ്റ്റ് 31 വരെ ആദിശങ്കര വിദ്യാപീഠത്തിലെ കുട്ടികൾക്കായിട്ട് നമ്മളൊരു സൗജന്യ പരിശോധന ഇവിടെ ഉണ്ട്. അപ്പൊ വരുന്നവർക്ക് ഇവിടെ ഫ്രീ കൺസൾട്ടേഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്നവർ പാരന്റ്സ് കുട്ടികളെ കൂട്ടിട്ട് വരികയാണെങ്കിൽ അവരുടെ നമ്മുടെ ആദിശങ്കര വിദ്യാപീഠത്തിലെ ID കാർഡ് കൊണ്ട് വരിക. ഓക്കെ ടീച്ചർ. Sir, Pradeep sir. ടീച്ചർ. What of that? Okay, thank you. Excuse me, ma'am. Shyamli. Yes, ma'am. Okay. Okay, ma'am. Respected principal, honorable chief guest, and parents, my dear teachers, a warm good afternoon. It's my privilege to propose the vote of thanks to one and all who have gathered here. On behalf of Adi Shankara Vidyapeetham, the entire fraternity of the institution, I extend my sincere thanks to our chief guest, Dr. Mumtaz, who spared time from her busiest schedule. Thank you, ma'am, for sharing your messages. And it was really helpful for us to clear our doubts and answer this with regard to the eye health of our children. Thank you, ma'am. Next, I would like to thank Mr. Pradeep who organized the session. Thank you, sir. Next, I would like to thank our beloved principal for arranging the session. Thank you, ma'am. Next, I would like to thank all the parents and participants for attending the session. Once again, thank you all. Wish you a good day. Thank you all. So we can wind up with the Shanti mantra. Okay, teacher. Shanti mantra. Om Purnamada Purnamidam Purnad Purnamudachyate Purnasya Purnamadaya Purnamevavashishyate. Om Shanti Shanti Shanti. Hari Om Tat Shri Gurubhyo Namaha. Sarvam Shri Krishnarpanastu. Om Namo Narayanaaya. Thank you all.